ഞാനാണ് ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ ബിഗ് സ്ക്രീനിൽ ഒരാദ്യത്തെ ഉദ്യമമാണിത്. ഇതിനു മുമ്പ് 2-3 ഷോർട്ട് ഫിലിമാണ് ചെയ്തത്. അപ്പോൾ ഇത് ഞങ്ങൾ ടാഗ് ലൈൻ എന്താ പറയുക, മെമ്മറി പ്ലസ് അത് ചൂണ്ടിക്കാണിക്കുന്ന പോലെ തന്നെ എൻഡ്ലെസ് ലവ്, സ്നേഹത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അത് ഇന്ന് എല്ലാത്തിൻ്റെയും മരുന്നായിട്ട് നമുക്ക് സ്നേഹമാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ കട തുറക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഈ സിനിമ സ്നേഹമാണ് പൂർണ്ണമായിട്ടും പറയുന്നത്. അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ കലാലയം പറയുന്നുണ്ട്, കോളേജ് ക്യാമ്പസ് ഉണ്ട്. സാധാരണ വിഭിന്നമായി കലാലയത്തേക്ക് പോകുമ്പോൾ നമ്മളവിടെ NSSനെയാണ് അതിനായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. നാഷണൽ സർവീസ് സ്കീം എങ്ങനെയാണ് കോളേജിലെ ക്യാമ്പസ്, അവിടെ NSSൻ്റെ പ്രവർത്തനങ്ങൾ, അവിടെയാണ് നമ്മുടെ നായകനും നായികയും പ്രണയത്തിലേക്ക് പോകുന്നത്. മറ്റുള്ള കോളേജിലെ കാര്യങ്ങൾ വരുന്നെങ്കിൽ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് നമ്മളത് കണക്ട് ചെയ്യുന്നത് പാലിയേറ്റീവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പാലിയേറ്റീവ് ഹോം കെയർ നമുക്കറിയാം, അതിൻ്റെ കേരളത്തിലെ തുടക്കം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. 96 കോഴിക്കോടാണ് പാലിയേറ്റീവ് രൂപം കൊടുക്കുന്നത്. മമ്മൂട്ടിയായിരുന്നു അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് തുടക്കത്തിൽ. ഇന്ന് കേരളത്തിൽ വളരെയധികം വ്യാപിച്ചു കിടക്കുന്ന അതിൻ്റെ തുടക്കം കോഴിക്കോടാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ കോഴിക്കോടാണ് ഈ സിനിമയുടെ പശ്ചാത്തലമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം സിറ്റി ഓഫ് ലവ് അത് കോഴിക്കോടാണ്. അപ്പോൾ ഈ കഥ പറയും ഞങ്ങൾ എടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ് കോഴിക്കോട് മുക്കം എന്ന് എൻ്റെ മൊയ്തീൻ്റെ കഥ പറഞ്ഞ മുക്കം തന്നെയാണ്. മുക്കത്തിൻ്റെ അടുത്ത കൊടിയത്തൂർ, ദേവഗിരി കോളേജ്, അതുപോലെ മുക്കത്തെ ഒരു എൻജിനീയറിംഗ് കോളേജ് നമ്മൾ ഉണ്ടാക്കിയ ഒരു മുക്കം കോളേജ്, പിന്നീട് കാലിക്കറ്റ് എയർപോർട്ട്, പിന്നീട് നമ്മൾ തിരുവനന്തപുരത്താണ് 20-21 ദിവസം കോഴിക്കോട് ഷൂട്ട് ചെയ്തു. 2 ദിവസം നമ്മൾ തിരുവനന്തപുരത്തും, പിന്നെ 4 ദിവസം വിദേശത്താണ്. നമ്മൾ റാസൽ കൈമ UAE ഇതിൻ്റെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ അതിൽ പറയുന്നത് പോലെ തന്നെ നമുക്ക് തരാൻ പറ്റുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത്, ഒരു സിനിമ നമ്മൾ കണ്ടു ഇറങ്ങിയതിന് ശേഷം നമ്മളെ കുറ്റം പറയാത്ത രീതിയിൽ നിങ്ങൾ ഇറങ്ങിപ്പോയി, ഏറ്റവും ചുരുങ്ങിയത് വീട്ടിലെത്തുന്നത് വരെയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഈ സിനിമ, അതിലെ കഥാപാത്രങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പാണ് നമുക്ക് തരാൻ സാധിക്കുന്നത്. ഇതിൽ അതുപോലെ നമ്മൾ ഇതിൽ ടച്ച് ഒരു സ്റ്റോറി എന്ന് പറയുന്നത് പ്രവാസിയുടെ കഥയാണ്. നമ്മൾ സാധാരണ പ്രവാസികളുടെ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നത് 10-40 വർഷം പ്രവാസിയായി ജീവിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അയാൾ അനുഭവിക്കുന്ന സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും സമൂഹത്തിൽ നിന്നും അദ്ദേഹം പ്രവാസി അനുഭവിക്കുന്ന ഒരു കഥ ഇതിൽ പറയുന്നുണ്ട്, പരാമർശിച്ചു പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ വൃദ്ധസദനത്തിന് നമ്മൾ ഇതിൽ സ്വർഗദ്വീപ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ സീനിയർ സിറ്റിസൺസ് അനുഭവിക്കുന്ന ഇതെല്ലാം ഈ കഥയിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ, സാധാരണ നമ്മൾ സിനിമ തുടങ്ങി അവസാനം ഒരു ക്ലൈമാക്സിലാണെങ്കിൽ, ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റിന് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നിങ്ങളിതിലേക്ക് കയറുകയും വളരെ ലിറിക്സ് ആയിട്ട് നമ്മളത് ചൂണ്ടിക്കാണിച്ചതുപോലെ ആ കഥയിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാണാനും പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും എന്നാണ് നമുക്കിതിൽ പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ 2 പാട്ടുണ്ട്. നമ്മുടെ റഫീഖ് അഹമ്മദിൻ്റെ വരികളാണ്, നമ്മുടെ സിത്താര, അതുപോലെ ജി വേണുഗോപാലാണ് 2 പാട്ട് പാടിയിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എഡിറ്റോറിയലാണ്, ക്യാമറ ലത്തീഫ് മാറഞ്ചേരി, അതുപോലെ മേക്കപ്പ് നമ്മുടെ സംസ്ഥാന അവാർഡെല്ലാം കിട്ടിയ ഹസൻ വണ്ടൂർ, അല്ല മ്യൂസിക് നമ്മുടെ ഗഫൂർ എം ഖയാം, പിന്നെ BGM ഷെയ്ഖ് ഇലാഹി,
ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷൗക്കത്ത് വണ്ടൂർ. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഒന്ന് അനീഷ് ജി ആണ്. അനീഷ് ജി നമ്മുടെ ദൃശ്യം, അതുപോലെ തന്നെ സുഡാനി ഫ്രം നൈജീരിയ, ബെസ്റ്റ് ആക്ടർ, ശേഷം മൈക്കിൾ ഫാത്തിമ, മോമോ ഇൻ ദുബായ്, ഇതിലൊക്കെ പ്രധാന വേഷം ചെയ്തിട്ട ആളാണ്. അതിൽ അനു ആന്റണി, ഹൃദയം, പിന്നെ ആനന്ദം, പൂക്കാലം എന്നുള്ള സിനിമകളുടെ പ്രശസ്തിയാണ് അവർ. പിന്നെ നമുക്കറിയാം നവാസ് പള്ളിക്കുന്ന്, പിന്നെ ഉണ്ണിരാജ, നസീർ സംക്രാന്തി, ശിവജി ഗുരുവായൂർ, സ്മിനു സിജോ, പിന്നെ സീനത്ത്, നിലമ്പൂർ ആയിഷ. നിലമ്പൂർ ആയിഷയൊക്കെ വളരെ വളരെ മനോഹരമായിരുന്നു. കാണാം അവരുടെയൊക്കെ ഈ പ്രായത്തിൽ അവർ എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ നമ്മുടെ ഇബ്രാഹിം കുട്ടി അഭിനയിക്കുന്നുണ്ട്, മമ്മൂട്ടിയുടെ ബ്രദർ. അതുപോലെ നമ്മുടെ പഴയ നടി നമുക്കറിയാം ചാർമിളയാണ് ഇത് പാലിയേറ്റീവിൻ്റെ നേഴ്സായിട്ട് ഒരു കഥാപാത്രത്തെ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്കറിയാം നമ്മുടെ സ്റ്റാൻഡ് വിത്ത് വയനാട് എഴുതിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ പശ്ചാത്തലത്തിൽ വയനാടിനോടൊപ്പം നിൽക്കുക എന്നുള്ള ആ ഉദ്യമം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഫസ്റ്റ് ഷോയുടെ മുഴുവൻ ഇൻകവും നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കും എന്നും കൂടെ നിങ്ങൾ അറിയിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം നിങ്ങളെല്ലാവരെയും ആ ഫസ്റ്റ് ഷോക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. നമ്മൾ 50 തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച. അപ്പോൾ സാധാരണ നമ്മൾ എറണാകുളത്താണ് ഇതെല്ലാം നടത്തുക. നമ്മളത് കോഴിക്കോട് തന്നെ നടത്തണം. കോഴിക്കോടിൻ്റെ കഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോട് കൊറോണേഷൻ തിയേറ്ററിൽ വെള്ളിയാഴ്ച ഫസ്റ്റ് ഷോ രാവിലെ 10 മണിക്ക് ഷോ ഉണ്ടാവും. അതിൽ നിങ്ങളെല്ലാവരും അതിൽ വരണം. ഞങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, അത് നമ്മൾ അടിവരയിട്ടുകൊണ്ട് പറയാണ്. കാരണം നമ്മുടെ സിനിമയ്ക്ക് മുമ്പ് ഇപ്പം പല സിനിമ നമുക്കറിയാം, ആരെയും കുറ്റം പറയല്ല, നമ്മൾ പ്രൊമോഷൻ ആദ്യം നടത്തി സിനിമ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പ്രൊമോഷനിൽ വല്ലാതെ നമ്മൾ പോയിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതും സിനിമ കണ്ടതിന് ശേഷമുള്ള പ്രതികരണം, അതിനുശേഷം ഈ സിനിമ കിട്ടുന്ന റിസൾട്ട് മതി എന്നുള്ളത് കൊണ്ട് തന്നെ വല്ലാതെ ഞങ്ങൾ പ്രയർ പ്രൊമോഷന് പോയിട്ടില്ല. അപ്പോൾ 50 തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അന്ന് കോഴിക്കോട്ടെ നമ്മുടെ ഡയറക്ടേഴ്സ് വിനു, അതുപോലെ സക്കറിയ, അതുപോലെ നമ്മുടെ കുമാരൻ, അതുപോലെ ഒരുപാട് പേരെ കോഴിക്കോട്ടെ പ്രമുഖരെല്ലാം ഞങ്ങൾ ആ പരിപാടിയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അവരെല്ലാം പങ്കെടുക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഉണ്ടാവണം, ഒരു സിനിമ കാണണം. ഞാൻ പറഞ്ഞല്ലോ, അതിൽ പറഞ്ഞതുപോലെ നിങ്ങൾ നമ്മളെ ചീത്ത പറയില്ല എന്നുള്ള ഗ്യാരണ്ടി ആ സിനിമക്ക് ഉണ്ടാവും. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനെ വിളിക്കാം. നിങ്ങൾ എത്ര പേര് വരുമെന്ന് നമ്മൾ അറിയിച്ചാൽ മാത്രം മതി. അതിനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ഒരുക്കും.